ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2020 ടാറ്റ അവരുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് ടി വി നെക്സോൺ EV ഇറക്കുന്നത്. അതിന് മുന്നേ എക്സ്പ്രസ് ടി അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കൊമേഴ്ഷ്യൽ ബേസിസിലായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ നെക്സോൺ ഇറക്കിയ സമയത്ത് അതൊരു വലിയ വിപ്ലവം തന്നെയാണ് നമ്മുടെ EV സ്പേസിൽ സൃഷ്ടിച്ചത് എന്ന് പറയാം. ബാക്കി കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കൂടുതൽ മെയിൻ സ്ട്രീം ആക്കി എടുക്കാൻ തുടങ്ങി ടാറ്റയുടെ സെയിൽസ് കണ്ടിട്ടാണ്. നെക്സോൺ ആയിരുന്നു ഒരു കാലം വരെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് വാഹനം. പക്ഷേ അതിനൊരു അവസാനം വരുന്നത് നമ്മുടെ MG അവരുടെ പുതിയ വിൻസർ EV കൊണ്ടുവരുന്ന സമയത്താണ്. നെക്സോണിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് പതുക്കെ പഞ്ച് EVയും സെയിലിൻ്റെ കാര്യത്തിൽ മുകളിലേക്ക് കയറാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ വിൻസർ EVയുടെ ലോഞ്ചിന് ശേഷം ഈ രണ്ട് വാഹനങ്ങളെയും കംപ്ലീറ്റ്ലി തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനം സെയിൽസിൻ്റെ കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 5 മാസത്തെ സെയിൽസിൽ നെക്സോൺ, പഞ്ച്, അതുപോലെ തന്നെ വിൻസർ, ഈ 3 ഇലക്ട്രിക് ഇതിൻ്റെ മാത്രം സെയിൽസ് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തോരം യൂണിറ്റ്സിലാണ് വിൻസർ ഈ രണ്ട് വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഈ വാഹനം ഓടിച്ചതിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഡ്രൈവ് ഇംപ്രഷൻസും കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. എന്തായാലും ആദ്യം സെപ്റ്റംബർ മാസത്തിലുള്ള വിൻസർ EVയുടെ സെയിൽസ് വെച്ച് നമുക്ക് തുടങ്ങാം. സോ ഈ വാഹനത്തിന് സെപ്റ്റംബർ 2024 വിൻസർ EVക്ക് 502 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചത്. ആ സമയത്താണ് വിൻസർ EVയുടെ സെയിൽ ഇവർ തുടങ്ങിയത്. സ്റ്റാർട്ടിങ് ഇത്തിരി സെയിൽ കുറവായിരുന്നു, പക്ഷേ നമ്മളിപ്പം ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല സെയിലിൻ്റെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇതിപ്പം ജസ്റ്റ് തുടക്കം മാത്രമായിട്ടില്ല. ഇനി ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള വാഹനങ്ങളിൽ നോക്കാം. ഇനി അടുത്ത് നിൽക്കുന്ന നെക്സോൺ EV ആണ്. നിങ്ങൾ ഈ താഴെ കാണുന്ന ഓർഡർ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ. ആദ്യം വിൻസർ EV, അത് കഴിഞ്ഞ് നെക്സോൺ EV, പിന്നെ പഞ്ച് EV. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ 3 വാഹനങ്ങളെയും സെപ്റ്റംബർ 2024 സെയിൽ തന്നെയാണ് നോക്കുന്നത്. സോ നെക്സോൺ EVക്ക് 663 വാഹനങ്ങളുടെ സെയിലാണ് സെപ്റ്റംബർ 2024 ലഭിച്ചത്. അതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സെയിലാണെന്ന് പറയാം. വിൻസറിനേക്കാൾ ഇത്തിരി കൂടെ കൂടുതൽ ഈ വാഹനത്തിന് ആദ്യത്തെ മാസം കിട്ടി. ഇനി അടുത്ത വാഹനം പഞ്ച് EV ആണ്. പഞ്ച് EVക്കാണ് സെപ്റ്റംബറിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ലഭിച്ചത്. 1025 വാഹനത്തിന് സെയിലായിരുന്നു ഇതിന് കിട്ടിയത്. വളരെ നല്ല സെയിൽ തന്നെയാണ്. പിന്നെ പഞ്ച് EV ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാനും പറ്റില്ല. വിൻസർ EV ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ആദ്യത്തെ മാസം നമുക്ക് അങ്ങനെ ഒരു സെയിൽസ് ഡ്രോപ്പ് കാണാൻ സാധിച്ചത്. പക്ഷേ ഇനിയിപ്പം അതിനുശേഷം നമ്മൾ അടുത്ത മാസമായ ഒക്ടോബർ 2024 കിടക്കുകയാണെങ്കിൽ വിൻസർ EVയുടെ സെയിൽ പിന്നെ നന്നായിട്ട് കയറി. 3116 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് ഒക്ടോബർ 2024 ലഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കി വാഹനങ്ങളുടെയൊക്കെ ഓൾമോസ്റ്റ് ഡബിൾ, അതുപോലെ ഒരു വാഹനത്തിൻ്റെ ഡബിളിലും കൂടുതലാണ് എന്ന് തന്നെ പറയാം. MGയുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സെയിലുള്ള വാഹനം ഇത് തന്നെയാണ്. ഇനി അടുത്ത നെക്സോൺ EVയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 1593 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒക്ടോബർ മാസത്തിൽ. അതും നമ്മൾ സെപ്റ്റംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1000 വണ്ടികളുടെ അടുത്ത് കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും വിൻസർ EVയുടെ പകുതിയായ സെയിൽ ഇതിന് വന്നിട്ടുള്ളൂ. പിന്നെ നെക്സോൺ EV ശരിക്കും പഞ്ച് EV വന്ന സമയത്ത് നെക്സോണിൻ്റെ സെയിൽസിൽ നമുക്കൊരു ഡ്രോപ്പ് കാണാൻ സാധിച്ചായിരുന്നു. പഞ്ച് EVയുടെ സെയിൽസ് അത്യാവശ്യം നന്നായിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് പിന്നെ ഉണ്ടായത്. പക്ഷേ ഒക്ടോബർ മാസത്തിൽ പഞ്ചിന് പിന്നെയും കമ്പാരിറ്റീവ്ലി ഇത്തിരി സെയിൽ കുറവാണ്. 915 വാഹനങ്ങളുടെ സെയിലാണ് പഞ്ച് EVക്ക് മാത്രമായിട്ട് ലഭിച്ചത്. ബൈ ദ വൈ നമ്മളിവിടെ പറയുന്നതെല്ലാം EVയുടെ മാത്രം സെയിലാണ്, ടോട്ടൽ വാഹനങ്ങളുടെ സെയിലല്ല. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണുന്നത് EV, CNG, ഡീസൽ, പെട്രോൾ, അങ്ങനെ ഏതൊക്കെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ടോ എല്ലാത്തിൻ്റെയും കമ്പൈൻഡ് സെയിലായിരിക്കും. ഇത് EV ഓൺലി സെയിൽസ് ആണ്. ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള നവംബർ 2024 സെയിലാണ്. അതിൽ വിൻസറിന് 3144 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് വീണ്ടും സെയിൽ അങ്ങനെ കുറഞ്ഞു വരുന്നൊരു ടെൻഡൻസി ഒന്നും ഇതിനുണ്ടായിട്ടില്ല, കൂടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈവൻ ഒക്ടോബർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു സെയിൽ ഇതിന് കൂടിയിട്ടുണ്ട്. നെക്സോണിന് 2024 നവംബറിൽ 1899 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. എഗെയിൻ നമ്മൾ മന്ത്ലി ബേസിസിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഇൻക്രീസ് ആണെന്ന് പറയാം. ഏകദേശം 300 വണ്ടികളുടെ അടുത്ത് സെയിൽ കൂടി. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും വിൻസർ EVനെ പിടിക്കാൻ മാത്രമുള്ളൊരു സെയിൽ ഇതിനായിട്ടില്ല. ഇനി അടുത്ത വാഹനം പഞ്ച് EV ആണ്. ഈ വാഹനത്തിന് അത്യാവശ്യം സെയിൽ ലഭിച്ചിട്ടുണ്ട്. 926 വാഹനങ്ങൾ സെയിലാണ് നവംബർ മാസത്തിൽ ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. അതും ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ്. പക്ഷേ വിൻസർ EVക്ക് ഇതിൻ്റെ ട്രിപ്പിൾ ടൈം സെയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് നവംബർ മാസത്തിൽ നമ്മുടെ നെക്സോൺ EVക്ക് പഞ്ചിനേക്കാൾ ഓൾമോസ്റ്റ് ഡബിൾ സെയിൽ കിട്ടിയിട്ടുണ്ട് എന്നും നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് ഡിസംബർ മാസത്തിലുള്ള ഈ വാഹനങ്ങളുടെ സെയിലാണ്. വിൻസറിന് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് സെയിൽ ലഭിച്ചിരിക്കുന്നതും 2024 ഡിസംബർ മാസത്തിൽ തന്നെയാണ്. 3785 വാഹനങ്ങൾ സെയിലാണ് ആ മാസത്തിൽ വിൻസർ വിറ്റുപോയത്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള സെയിൽസ് ഫിഗർ ആണെന്ന് പറയും, പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ കേസിൽ നോക്കുമ്പം. ഈവൻ പണ്ട് നെക്സോൺ വന്ന സമയത്താണെങ്കിൽ പോലും 2000, 3000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു അത് വിറ്റുപോയിക്കൊണ്ടിരുന്നത്. ഈ വണ്ടി ഇപ്പോൾ അതൊക്കെ കടത്തി വെട്ടിയാണ് 4000 റേഞ്ചിലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 4000 എത്തുമോ എന്നുള്ളത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ഇനിയിപ്പോൾ ഡിസംബറിൽ അടുത്ത വാഹനം നിൽക്കുന്ന നമ്മുടെ നെക്സോൺ EV ആണ്. അതിന് 1603 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറവാണ്. നമ്മൾ നവംബർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 300 വണ്ടികളെടുത്ത് പിന്നെയും സെയിൽ താഴത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പഞ്ച് EVയുടെ കേസിൽ അങ്ങനെയല്ല. പഞ്ച് EVയുടെ സെയിൽ കൂടി. നവംബർ മാസത്തിൽ 926 ആയിരുന്നെങ്കിൽ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോഴേക്കും 1653 സെയിൽ കൂടിയിട്ടുണ്ട്. നെക്സോൺ EVയേക്കാൾ ജസ്റ്റ് 50 വണ്ടികളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് ഈ രണ്ട് വാഹനങ്ങൾക്കും ഡിസംബർ മാസത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത നമ്മുടെ ഫൈനൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ജാനുവരി 2025, അതായത് പുതിയ വർഷം സ്റ്റാർട്ടിങ്ങിൽ വന്നിരിക്കുന്ന
വാഹനങ്ങളുടെ സെയിലാണ്. അതിൽ വിൻസർ EVക്ക് 3450 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചിട്ടുണ്ട്. എഗൈൻ നമ്മൾ ഡിസംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സെയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. 4000-അടുത്തോട്ട് എത്തിയിട്ടില്ല. പക്ഷെ എന്തായാലും ഈ വർഷം ഇനിയും ഇഷ്ടം പോലെ വാഹനങ്ങൾ അവർക്ക് വിൽക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും 4000-അടുത്തേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഭയങ്കര മാസീവായിട്ടുള്ളൊരു ഡിക്ലൈൻ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നെക്സോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 1289 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് 2025 ജാനുവരിയിൽ, അതായത് നമ്മുടെ പുതിയ വർഷം സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ളൂ. ചിലപ്പം വർഷം തുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്തായാലും വിൻസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും സെയിൽ കുറവാണ്. ഈവൻ ഡിസംബർ മാസത്തെ സെയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെക്സോൺ അഗൈൻ 300 യൂണിറ്റ്സിനടുത്ത് സെയിൽ താഴത്തോട്ട് വന്നിട്ടുണ്ട്. പഞ്ചീവിയുടെ കേസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 1189 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് നമ്മുടെ ജാനുവരി മാസത്തിൽ ലഭിച്ചിരിക്കുന്നത്. നെക്സോൺ ഏകദേശം 100 യൂണിറ്റ്സിനടുത്ത് കൂടുതൽ സെയിൽ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെയും സെയിൽ നമ്മൾ ഡിസംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 400 to 500 വാഹനത്തിന് അടുത്തേക്ക് താഴത്തോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം. അത് അത്യാവശ്യം വലിയൊരു ഡിക്ലൈൻ ആണ് എന്നും കൂടെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ മന്ത്ലി സെയിലെല്ലാം നോക്കി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ടോട്ടൽ ഈ കഴിഞ്ഞ 5 മാസത്തെ സെയിൽസിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. നമുക്കതും ആദ്യം വിൻസർ EVയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ടോട്ടൽ കഴിഞ്ഞ 5 മാസത്തിൽ 13,997 വാഹനങ്ങളുടെ സെയിലാണ് വിൻസർ EVക്ക് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 14,000-അടുത്തേക്ക് തന്നെ സെയിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ നെക്സോൺ EVയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇതിന് 7,047 വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. വിൻസർ EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പകുതിയുടെ അടുത്ത് മാത്രമേ നെക്സോൺ EVക്ക് സെയിൽ വന്നിട്ടുള്ളൂ. ഒരു കാലത്ത് EV എന്ന് പറഞ്ഞാൽ എല്ലാവരും നെക്സോൺ EV എടുത്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ MG പോലുള്ളൊരു ബ്രാൻഡിൻ്റെ വാഹനം ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നത്. അതൊരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ടോട്ടൽ സ്പേസ് ഇൻറ്റീരിയറിൽ കിട്ടുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പം നെക്സോണും പഞ്ചും അതുപോലെ ഈവൻ നമ്മുടെ കർവ് EV ഒക്കെ നോക്കിയായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ സ്പേസ് വളരെ മോശമാണ് സെക്കൻഡ് റോയിൽ. പക്ഷേ അതേസമയം നമുക്ക് വിൻസറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ് ആണ് കിട്ടുന്നത്. പിന്നെ ഈവൻ നമ്മൾ പഞ്ചീവിയുടെ ടോട്ടൽ സെയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 മാസത്തിൽ 5,708 വാഹനങ്ങളുടെ സെയിൽ മാത്രമാണ് ഇതിന് ലഭിച്ചത്. അതായത് നെക്സോൺ EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 1,300 വാഹനങ്ങളുടെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിൻസർ EV വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അവിടെ പകുതിയിലും ഒരുപാട് താഴെയാണ് ഇതിന് ഡിഫറൻസ് വന്നിരിക്കുന്നത് പഞ്ചീവിയുടെ സെയിൽ. ഇനി നമുക്ക് വിൻസർ EV ഞാൻ ഓടിച്ചതിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് നോക്കാം. സോ ആദ്യം തന്നെ പറയാനുള്ളത്, ആവശ്യത്തിന് പവർ ഈ ഒരു വാഹനത്തിനുണ്ട്. നിങ്ങളിപ്പം ഭയങ്കര എക്സ്പ്ലോസീവ് പവറൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. 135 bhp ആണ് ഇത് ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഡേ ടു ഡേ യൂസിന് വേണ്ട നല്ല രീതിയിലുള്ളൊരു പവർ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പെട്ടെന്ന് ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പുഷ് ബാക്കും കിട്ടുന്നുണ്ട്. നിങ്ങളിനി പെട്ടെന്ന് കർവ് EV അല്ലെങ്കിൽ നെക്സോൺ EV ഒക്കെ ഓടിച്ച് വരുമ്പോൾ സമയത്ത് ചിലപ്പം ഇതിന് ഒരു ഇത്തിരി പവർ ഡ്രോപ്പ് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഒരു സെയിം പ്രൈസ് പോയിന്റിൽ വരുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ വാഹനം അതിനേക്കാളൊക്കെ ഫാസ്റ്റാണ്. പിന്നെ എനിക്കൊരു മേജർ ഡ്രോബാക്ക് തോന്നിയത് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഫീലിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ പെട്ടെന്ന് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് അത്യാവശ്യം ടോർക്ക് സ്റ്റിയർ വരുന്നുണ്ട്. അത് കോമൺ ആണ്. പക്ഷേ അത് വരുന്ന സമയത്ത് നമുക്ക് വണ്ടി എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് സ്റ്റിയറിങ്ങിന് ആ ഒരു ആക്യുറസി കുറവായതുകൊണ്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചില വണ്ടികളിലൊക്കെ ടോർക്ക് സ്റ്റിയർ വന്നാലും നമുക്കത് മനസ്സിലാവും. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാണ്. പക്ഷേ നമുക്കങ്ങനെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഈ വാഹനത്തിന് ബോഡി റോളും ഉണ്ട്. ബാറ്ററിയുടെ വെയിറ്റും എല്ലാം കൂടെ ഒന്ന് നല്ല ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് എന്തായാലും ഹാൻഡ്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. പിന്നെ റൈഡും കുറച്ച് സ്റ്റിഫാണ്. ഭയങ്കര കംഫി ആയിട്ടുള്ള റൈഡല്ല. പക്ഷേ അത് കുഴപ്പമില്ല. കാരണം നമുക്ക് സ്പേസ് കിട്ടുന്ന വെച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആയി പൊക്കോളും. അത് ശരിക്കും നിങ്ങൾ ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മൾ കയറി ഇരിക്കുമ്പോൾ കാലൊക്കെ വേണം വിടർത്തി വെച്ചിരിക്കാം. അത്രയും സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത്. വേണമെങ്കിൽ ഒരാൾക്ക് ഈ വാഹനത്തിൻ്റെ ഫ്ലോറിൽ കിടന്ന് ഉറങ്ങാനും പറ്റും. ഒരു ഷീറ്റ് വല്ലതും വെച്ചാൽ മതി. ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ ഇത്തിരി ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ് ബാക്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾ സീറ്റ് ഫ്രണ്ടിലോട്ട് ഇട്ടില്ലെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സീറ്റ് 135 ഡിഗ്രി വരെ മാക്സിമം റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ സുഖമായിട്ട് കിടന്നു പോകാം. അത്രയും കംഫർട്ടബിൾ ആണ്. അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. നിങ്ങളിപ്പോൾ ഏത് വേരിയൻ്റ് എടുത്താലും ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന ആ ടൈപ്പ് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ആൻഡ് 2 വേരിയൻസ് എടുക്കേണ്ടി വരും. ബേസ് മോഡൽ ഫാബ്രിക് ഫിനിഷാണ്. പക്ഷേ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഫാബ്രിക് സീറ്റിൻ്റെ കുറച്ച് ഫിനിഷാണ് ഇഷ്ടപ്പെട്ടത്. കാരണം മറ്റതിൻ്റെ അകത്ത് ഒരുപാട് ഹോൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുന്ന് കഴിയുമ്പോൾ, ഹോൾസ് മീൻസ് കുറച്ച് ഗ്യാപ്പ് പോലുണ്ട് ഇടയിൽ ഇങ്ങനെ കുത്തായിട്ട്. അത് ശരിക്കും നമ്മൾ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും. എനിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ മെറ്റീരിയൽ. പക്ഷേ ബേസ് മോഡലിൽ കിട്ടുന്ന ഫാബ്രിക് ഫീൽ ആക്ച്വലി നല്ലതാണ്. ഇത്രയൊക്കെ അതിനകത്ത് എൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ചുകൂടെ വലിയ ബാറ്ററി പാക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 37 kWh സൈസുള്ളൊരു ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. 270 to 300 kilometers ആണ് ഇതിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് പറയുന്നത്. അത് ഇത്തിരി കൂടെ കൂട്ടി ഒരു 50 kWh ബാറ്ററി ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 350 to 400 റേഞ്ചിൽ ഇതിന് ആ ഒരു റേഞ്ച് കിട്ടി തുടങ്ങും. അപ്പോൾ പിന്നെ വണ്ടി നമുക്ക് കണ്ണും പൂട്ടിയെടുക്കാം. ആ ഒരു റേഞ്ചിലേക്ക് എത്തും. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.